ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഫ്ലാറ്റിൻ്റെ ഉള്ള ആകെ പൊടി പിടിച്ച് മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ഇതേ കിച്ചണിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നല്ല മഴ ദിവസം കൂടിയാണ്. അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഫുഡൊക്കെ സെറ്റാക്കണം. അവൻ എണീറ്റാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ അതേ മോൻ എണീറ്റതിൻ്റെ ശേഷമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാറ്. അങ്ങനെ അതേ ചേച്ചിയൊക്കെ വന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ പൊടി പിടിച്ചിട്ട് കൊടുക്കുമായിരുന്നു. എല്ലാ ഭാഗവും ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ച് ഷെൽഫിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടി. പിന്നെ ഞാൻ ഫ്രഷ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അവനോട് പറയേണ്ടെന്ന് കേട്ടോ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ മേലത്തെ ഫോട്ടോ കണ്ടപ്പം അവന് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ ഇക്കാനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഉപ്പച്ചി വന്നിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതേ താഴെ പോയിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്ത് വേഗം വാ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ആൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ അതും വെച്ചായിരുന്നു കേട്ടോ ഫുള്ള് കളി അവൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. നമ്മൾ അടുത്ത് തന്നെയാണ് പെന്നി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ നൈറ്റ് എപ്പോഴും ഇക്ക ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.